ഹായ് ചങ്കളെ, ഞാൻ ശിവരാജൻ പാക്കയിൽ ശ്വാസ് ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഇതാ മലപ്പുറം ജില്ലയിലെ ടൂ വീലർ മെക്കാനിക്കുകളുടെ ഒരു കുടുംബ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഇതാ ഈ മലപ്പുറം അമ്പത്തഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ നമുക്ക് ഈ പരിപാടിക്കൊന്ന് കാണാം. ഓക്കെ, നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇന്ന് ഇവിടെ എന്താണ് കാണുന്നുണ്ടല്ലോ ഓഡിറ്റോറിയത്തില് ടൂ വീലർ മെക്കാനിക്കുകളുടെ മലപ്പുറം ജില്ല മോട്ടോർ സൈക്കിൾ മെക്കാനിക് കുടുംബത്തെ എല്ലാവരും എത്ര വർഷം ഞങ്ങളെ നാലാമത്തെ കുടുംബസംഘം. അപ്പൊ ഇന്നിവിടെ പരിപാടി അടിപൊളിയായിരിക്കും. എല്ലാ മെക്കാനിക്കും അവർക്ക് ആഘോഷിക്കാൻ കൂടെ പറ്റിയൊരു ദിവസമായിരിക്കും. എന്താ പേര്? ഫിറോസ്. ഇതിന്റെ സംഘടകരല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയുണ്ട് ഈ പരിപാടി? എത്ര വർഷമായി? വിജയകരമായ നാലാമത്തെ വർഷമാണ് അല്ലേ? അപ്പൊ ഏതായാലും അടിപൊളിയായിട്ട് നടക്കട്ടെ. ഹലോ, എന്താണ് ഒഴിഞ്ഞു നിൽക്കുന്നത്? എന്റെ പേര് സിദ്ദിഖ് ചങ്ങ. കേട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലും യൂട്യൂബിലും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സംഘാടകരാണല്ലേ? അപ്പൊ ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ഓക്കെ. ഹലോ, അപ്പൊ കട്ടിയില്ല. ഹലോ, എന്താ പേര്? അസീം. അപ്പൊ ഇത് പരിപാടിയുടെ സംഘാടകനാണല്ലേ? അപ്പൊ ഓക്കെ, ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പൊ ഓക്കെ. വിളിക്കും. ഇന്നിവിടെ എന്താ പരിപാടി? ഇന്ന് ടൂ വീലർ മലപ്പുറം ടൂ വീലർ ഗ്രൂപ്പിന്റെ വാർഷിക മലപ്പുറം ജില്ലയിലെ എല്ലാ ടൂ വീലർ അംഗങ്ങളുടെയും നാലാം വാർഷിക കുടുംബസംഘമാണ് അല്ലേ? ഇതെങ്ങനെ എത്ര വർഷമായി ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട്? ഇതിപ്പോ 2018 കാലഘട്ടത്തില് 2018 കാലഘട്ടത്തിൽ ഗ്രൂപ്പായി. ഇന്നിപ്പോ 2025, 7 വർഷമായിട്ട് നല്ല രീതിയിൽ തുറന്നുണ്ടല്ലേ? എന്താ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മെക്കാനിക്കുകളുടെ പോലെ അറിവും കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കില്ല. അതായത് ഏത് മെക്കാനിക്കുകളാണെങ്കിലും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതായത് പണിയിലും മറ്റു കാര്യങ്ങളും എല്ലാം എല്ലാ മെക്കാനിക്കുകളും ടൂ വീലറും ഒക്കെ ഇതിലുണ്ടോ? കുറച്ച് ആൾക്കാർ കൂടി നമ്മളിതിൽ എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു അസോസിയേഷൻ തന്നെയാണ്. വളരെ നല്ല കാര്യം. ഓക്കെ, എന്താ പേര്? ഗഫൂർ. ഇതിന്റെ സംഘാടകനാണല്ലോ? ഓക്കെ, താങ്ക് യു. ക്ലിയർ അല്ലേ? നമസ്കാരമുണ്ട്. അപ്പൊ ഇന്നിവിടെ മലപ്പുറം ജില്ലയിലെ മൊത്തം ടൂ വീലർ മെക്കാനിക്കുകളുടെ ഒരു കുടുംബസംഘമാണല്ലേ? ഞാൻ ഇവിടെ വന്നപ്പോ അറിഞ്ഞ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ സംഘാടകനാണല്ലേ? എന്താ പേര്? അജിത് കുമാർ. എവിടെ സ്ഥലം? എവിടെയാ? മമ്പാട്. അവിടെ ഷോപ്പ് കാർ തന്നെയാണല്ലേ? അപ്പൊ എങ്ങനെ ഈ പരിപാടി ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? ഇതിപ്പോ ഒരു 2018 പിന്നെ ശേഷമാണ് ഇങ്ങനെ ഈ ഗ്രൂപ്പ്. 2018 ശേഷം. കാരണം എന്താ പറഞ്ഞാല് അവിടെ പിന്നെ പ്രളയത്തില് നമ്മള് എറണാകുളം ആ ഭാഗത്ത് പിന്നെ 2018 പ്രളയം ഉണ്ടായിരുന്നു. ക്യാമ്പ് നടത്തി ടൂ വീലർ. ക്യാമ്പിൽ പോയപ്പോ അവിടുന്ന് വെച്ചുണ്ടായ ഒരു ആശയമാണ്. അപ്പൊ എന്താ നിങ്ങളെ പേരെന്താ? ഹസീം. എവിടെയാ സ്ഥലം? കൊണ്ടോട്ടി. ഹസീം കൊണ്ടോട്ടിയാണ്. നമ്മുടെ യാസിർ, ഇയാളെ എനിക്ക് പരിചയം കിട്ടോ? യാസിർ കാരത്തൂര്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ? അപ്പൊ ഈ പരിപാടിയുടെ സംഘാടകനാണല്ലോ അല്ലേ? അപ്പൊ ഈ പരിപാടി നമുക്ക് അടിപൊളിയാക്കണ്ടേ? ഞാനും ഉണ്ടാവും നിങ്ങളെ കൂടെ. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ. ഓക്കെ. ജിമ്മ് നിർത്തിയല്ലേ? അന്നല്ല സ്റ്റീൽ ബോഡി. സ്റ്റീൽ ബോഡി ഇപ്പോഴായത്. കാണാതെ ശിവരാജ്. ഹായ്, നമസ്കാരം. ഇത് വെറുതെ കമ്പനി തന്നെയാണോ?
വലൈക്കും സലാം. നമ്മളെ ഒരു പരിപാടി ഒരു 10 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമ്മളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. നമ്മളെ മെമ്പർമാർ ഇപ്പോൾ എണീറ്റിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പേരിൽ കിടന്നവരുണ്ടാവും, കടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആധുനിക വാഹനങ്ങളുടെ സാങ്കേതിക പരിജ്ഞാനം നമ്മുടെ അംഗങ്ങളിലേക്ക് എത്തിക്കുകയും അവരെ ഈ തൊഴിൽ മേഖലയിൽ പ്രാപ്തരാക്കുകയും ഈ മേഖലയിലേക്ക് പുതിയ ആളുകളെ വരുന്നതിന് വേണ്ടി അവരെ ഈ പ്രാപ്തരാക്കുക, അതിൽ താല്പര്യം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു ഗ്രൂപ്പുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, നമുക്കറിയാം സാമൂഹികമായിട്ടുള്ള ഒരു അവബോധം അവയിൽ ഉണ്ടാക്കിയെടുക്കുക. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് ദുരന്തം അനുഭവിച്ച വ്യക്തിത്വങ്ങളെ നമ്മൾ നേരിട്ട് കണ്ടു. ഇവിടെ ABCD ടെക്നീഷ്യന്മാർ നമ്മൾ എത്തിയിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ABCD ടെക്നിക്കൽ ഗ്രൂപ്പിന്റെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുമായി കൂടിച്ചേർന്നുകൊണ്ട് വയനാട് ദുരന്തത്തിൽ ഉൾപ്പെട്ട ഒരുപാട് വാഹനങ്ങളുണ്ട്. നമുക്കറിയാം, ഭൂമിക്കടിയിൽ നിന്നുമാണ് നമ്മൾ അന്ന് പോയിട്ട് പല വാഹനങ്ങളും പൊക്കിയെടുത്തുകൊണ്ട് നമ്മൾ റിപ്പയർ ചെയ്തു കൊടുക്കും. ഏകദേശം 100ഓളം വാഹനങ്ങൾ നമ്മൾ സൗജന്യമായി റിപ്പയർ ചെയ്തു കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. മലപ്പുറം ടൂ-വീലർ മെക്കാനിക് കൂട്ടായ്മയുടെ 4ാം കുടുംബ സംഗമമാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലയുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷബീർ പാക്കാടൻ അവർ, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഓൾ കേരള ABCD ഗ്രൂപ്പ് മെമ്പർമാരെ, അതുപോലെ തന്നെ ഗംഭീരമായി സ്വാഗത പ്രസംഗം നടത്തിയ നമ്മുടെ പ്രിയ സുഹൃത്ത്, നമ്മുടെ ഗ്രൂപ്പിൻ്റെ സെക്രട്ടറിയുമായിരുന്ന ഫിറോസ് എടക്കര, ഈ പരിപാടികൾക്ക് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ABCD ടെക്നീഷ്യൻ ഗ്രൂപ്പിലെ ഷിയാദ് പാലാരിവട്ടം, സണ്ണി വടവാതൂർ, ചിന്നൻ കോഴിക്കോട്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ ടൂ-വീലർ കൂട്ടായ്മയുടെ 4ാമത് കുടുംബ സംഘത്തിന് ഈ പ്രൗഢഗംഭീരമായ സദസ്സിൻ്റെ സ്വാഗത ഭാഷണം നിർവഹിച്ച ഇതിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഫിറോസ് എടക്കര, ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷ ഭാഷണം നടത്തിയ ഇതിൻ്റെ പ്രസിഡന്റ് ഗഫൂർ ചലാരി, ഈ സംഗമത്തിൻ്റെ മുഖ്യാതിഥികളായി എത്തിച്ചേർന്നിട്ടുള്ള സിയാദ് പാലാരിവട്ടം, സണ്ണി വടവായൂർ, ചിന്നം കോഴിക്കോട്, മറ്റു ഇവിടെ ആശംസ പ്രസംഗങ്ങൾ അറിയിച്ച് സംസാരിക്കാൻ നിൽക്കുന്ന ഈ സംഘടനയുടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് നേതാക്കന്മാർ സ്റ്റേജിലുണ്ട്. എന്തുകൊണ്ടും പ്രൗഢഗംഭീരമായ ഒരു സദസ്സ്, ഈ സദസ്സിൽ വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ് എനർജി ലഭിച്ചിട്ടുണ്ട്. ഈ MSMലെ ഞാനീ നാട്ടുകാരനാണ്. ഈ MSMലേക്ക് കടന്നു വന്നപ്പോൾ ഈ ഒരു സ്റ്റാറും ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എത്രമാത്രം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ലോക പ്രശസ്തനായ ഒരു ചിത്രകാരനുണ്ട്, പിക്കാസോ. എനിക്ക് ഈ പ്രസംഗത്തിനേക്കാൾ ഈ ക്ലാസ് എടുക്കാൻ ശീലമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സംസാരം ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂടെ 2024 ഹജ്ജിന് വന്ന മരിച്ചു. ഇതാണ് ഹെഡിങ്. ഈ പത്രത്തിൻ്റെ ഈ ഹെഡിങ്ങിൻ്റെ താഴെ നമ്മൾ വായിച്ചു നോക്കിയാൽ, അതായത് ബൈക്ക് ഓടിച്ച് വന്ന യുവാവിൻ്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്ത സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു അടിപൊളി ക്ലാസ്സാണ് സാർ നമുക്ക് തന്നത്.